രണ്ട് അടിസ്ഥാനമായിട്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുക, ഉൽപാദനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഉൽപാദന ചെലവ് കുറയ്ക്കാനാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ 2 കിലോ ഒരു പശുവിന് ലാഭമായില്ലേ. ഒരു 10 പശുവിന് എത്ര കിലോനെ പോകുന്നത്? 10 കുട്ടികളെ ഇപ്പൊ നമ്മള് പാടത്തെ വിടുകയാണെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡിലേക്ക് നമ്മള് ഈ ഷവലോണ്ട് ചാണെടുത്ത് മാർക്കറ്റ് പിടിച്ചു ഒരു 70 ലിറ്ററോളം നമുക്ക് നാടൻ വിപണിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൽ മറ്റൊരു തൊഴിലും കാണാത്ത 2-3 പ്രത്യേകതകളാണ്. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പേരാമംഗലം എന്ന സ്ഥലത്ത് മനോഹരൻ ചേട്ടൻ പശു വളർത്തുന്നിടത്താട്ടോ. ഇന്നത്തെ വീഡിയോ പശു വളർത്തുന്നവരും പശു വളർത്താൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും. അപ്പൊ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ. അപ്പൊ ഇതാട്ടോ മനോഹരൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ചേട്ടൻ എത്ര ആളുടെ ഈ പശു വളർത്തലിലേക്ക് വന്നിട്ട്? ഇപ്പൊ 2008 ഫുള്ളായിട്ട് അതിന് മുന്നേക്കോ? ഞാൻ ഡയമണ്ട് പോളിഷിങ് പരിപാടി. എന്നാലും ഫസ്റ്റ് നമുക്ക് ചേട്ടന്റെ പശുക്കളെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് ആദ്യത്തെ തൊഴുത്ത്. ആദ്യത്തെ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ട്. ഓക്കെ, എത്ര പശുക്കളും തുടങ്ങിയതാ? അന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഏതിന്റെ കുട്ടിയാണ്? ഇത് ജേഴ്സിയാണത്. തള്ള അടിയിലാ നിൽക്കുന്നത്. അടിയില് താഴത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇവക്കിപ്പോ എത്ര? ഇതിപ്പോ 2 പ്രസവം കഴിഞ്ഞ പശുവാണ് അത്. ഓക്കെ ഓക്കെ, 2 പ്രസവം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ഇത് 3 പ്രസവം കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഇപ്പൊ 2 പശുക്കളെ നിർത്താവുന്ന രീതിയിലല്ല ഈ ഒരു പശു. ഈ ഒരു പശു സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടണതാ. 2 പാടുള്ളൂ. 2 പാടുള്ളൂ. എത്ര പശു തൊഴുത്തുണ്ട് അപ്പൊ ഇവിടെ? ഇപ്പൊ 4 തൊഴുത്തായിട്ടാ. 4 തൊഴുത്തായിട്ട്. അതെന്താ, സ്ഥലം ക്രമീകരിക്കാൻ വേണ്ടിയാണോ? നമ്മളെ ഇങ്ങനെ ഫാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നതല്ലോ. ആദ്യം 1 തുടങ്ങി, പിന്നെ അങ്ങനെ 2ആയി, പിന്നെ ഒന്ന് കൂട്ടണം തോന്നി, അപ്പൊ ഇവിടെ തുടങ്ങി. അപ്പൊ ഇവിടെ ഇപ്പം ഇവിടെ 4 നിക്കാനുള്ള സ്ഥലമുള്ള, പക്ഷെ 4 ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എത്രാമത്തെ പ്രസവമുള്ള പശുക്കൾ ഇവിടെ ഉള്ള? ഇതൊക്കെ 5, 4, 3, 7, 8, 9 വരെ ഉണ്ടാവാറുണ്ട്. ഇവിടെ 9 ആയ 9 പ്രസവം വരെ ഇവിടെ നിർത്തും പശുക്കളെ. സാധാരണ നമ്മൾ ചെയ്യണം 4 പ്രസവം വരെയാണ് പശുക്കളെ നിർത്താറുള്ളൂ. പക്ഷെ ഈ ചേട്ടൻ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ? അല്ല, നല്ല ഹെൽത്തിയാണ്, ഒരു പ്രശ്നവും ഇല്ല. ഏണോ? അപ്പൊ 9 പ്രസവം കഴിഞ്ഞ വർഷം ഞാൻ 2 വിറ്റത് 9ാമത്തെ പ്രസവത്തിൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള പശു ഏതാ? ഇതാ നിക്കണു. അതൊരു 6ാമത്തെ ഉണ്ട്. 6ാമത്തെയാ? അറ്റത്ത്. ഈ അറ്റത്തോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവക്ക് എത്ര ലിറ്റർ പാലുണ്ട്? അപ്പൊ ഇതിനിപ്പോ 9 ലിറ്റർ പാല് പ്രസവത്തിൽ കിട്ടും. എനിക്ക് ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങൾ ഒന്നുമില്ല. നമ്മളുടെ സാധാരണ രീതിയിലുള്ള, അതായത് ഒരു 10 ലിറ്റർ പാല് കാലത്ത് കിട്ടുകയാണെങ്കിൽ 10 കിലോ തീറ്റ കൊടുക്കും. 10 കിലോ എന്ന് പറഞ്ഞാൽ 6 തരം തീറ്റ 10 കിലോ. 6 തരം തീറ്റ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അല്ലാണ്ട് ഒരു തീറ്റ മാത്രമല്ല. ഇനിയിപ്പോ കേരള ഫീഡോ അല്ലെങ്കിൽ KS അങ്ങനെ അത് മാത്രം കൊടുക്കല്ല. അതിൽ തവിടുണ്ടാവും, പിണ്ണാക്കുണ്ടാവും, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു തീറ്റ മാത്രമായിട്ട് കൊടുക്കില്ല. ഒരു തീറ്റ മാത്രം. കൊള്ളാട്ടോ. വേറെ എവിടെയാ ചേട്ടാ പശുത്തുള്ള? ഇവിടെ ഇവിടെ ഇപ്പൊ 3 പശുക്കളാണിത്. ഇത് 4 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു 6ാമത്തെ, ഇപ്പൊ ശനിയായിട്ടിരിക്കുക. 6ാമത്തെയാണത്. 6ാമത്തെയോ? ഓക്കെ ഓക്കെ. ഇത് 5ആയിട്ടുണ്ട്. 5ാമത്തെയാ. അത് ചെന്നൈയിലാണ് ഇവർ രണ്ടുപേരും. ഓക്കെ ഓക്കെ. ആളുകൾ പറയുന്നത് 4-5 പ്രസവമായി കഴിഞ്ഞാൽ പശുക്കൾ വീഴും, രോഗമാണ്. ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എന്റെ പശുക്കളെ ഞാൻ തന്നെ ഇവിടെയുള്ള കുട്ടികളെ വളർത്തി ഉണ്ടാക്കുന്ന പശുക്കളാ. പുറമൊന്നും മേടിക്കില്ല. ഞാൻ ആകെ നമ്മള് കുറച്ച് പെട്ടെന്നൊന്ന് ഡെവലപ്മെന്റ് ആവാൻ വേണ്ടി MSTP പദ്ധതി പ്രകാരം ഒരു 5 പശുവിനെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 5നും വിറ്റ് കളഞ്ഞു കേട്ടോ. ഒരു 4 കൊല്ലം 3 കൊല്ലം നോക്കിയിട്ടുള്ളൂ. പിന്നെ എല്ലാം നമ്മളുടെ ഇവിടെ ഉണ്ടായ കുട്ടികളാണ് കംപ്ലീറ്റ്. അപ്പൊ ഈ കുട്ടി ഇപ്പൊ ഇന്നൊക്കെ 8 ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് തള്ള അവിടെയാണ് നിൽക്കുന്നത്, അടിയിൽ. അതിനിപ്പോ 2ാമത്തെ മാസം, 2 മാസം തികയാൻ പോണു. വേറെ പശുത്തൊഴുത്തുണ്ട്. പറമ്പിൽ ലാസ്റ്റ് ഒരു പശുത്തൊഴുത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം 4ാമത്തെ പശുത്തൊഴുത്താലേ ഇത്? ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ 5 പശുക്കളെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ചേട്ടാ ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 10 കറവ പശുക്കളുണ്ട്.
പിന്നെ ഇതുപോലെയുള്ള കുട്ടികള് കുത്തിവെച്ച കുട്ടികള് 1.5 വയസ്സ് 1 വയസ്സ് അങ്ങനെ പ്രായമുള്ള കുട്ടികള് അങ്ങനെ പ്രസവിച്ച കുട്ടികൾ വരെ ഉണ്ട്. അങ്ങനെയാണ് ടോട്ടല് 18 10 പേര് കറവുള്ളതാ. ഇത് കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചതാണ്. ഇതിനിപ്പോ കറന്ന് ശരിയായിട്ടില്ല, 8 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 10 ദിവസമൊക്കെ ആയിട്ട് ശരിക്കും കറക്കുള്ളൂ. എങ്കിലും കഴിഞ്ഞ പ്രസവത്തിന് 9 10 വരെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു 5 പ്രസവം കഴിഞ്ഞു ഈ പശു. അത് 5 ദിവസം കഴിഞ്ഞു. ഇതിന് 12 ലിറ്റർ പാല് കിട്ടും. അതെല്ലേ, ഓക്കെ ഓക്കെ, അടിപൊളി. ഇനി ഇവിടെയോ ഇതോ ഈ ജേഴ്സി? ഇത് ജേഴ്സി, അതിപ്പോ പ്രസവിക്കും, ഈ ആഴ്ച പ്രസവിക്കേണ്ട പശു. ഈ ഒരു പശുത്തൊഴുത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ചെലവില്ലാത്ത രീതിയിൽ പണിതിരിക്കുന്ന പശുത്തൊഴുത്ത കണ്ടറിയാൻ നിൽക്കണ്ട. ഇവിടെ ഓളം മേഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഷീറ്റ് ഇട്ട്. ചൂട് അടിക്കാതിരിക്കാൻ വേണ്ടി അടിയിൽ ഓലയിടും. നമ്മളിനി കാണാൻ പോകുന്നത് ഈ ചേട്ടന്റെ പശുത്തൊഴുത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതായത് ചാണകം വിൽക്കാൻ വേണ്ടി പോകുന്നതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേക രീതിയിലാണ്. ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ ചെയ്യുന്നത്? ചാണകം നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ ഷവലോണ്ട് ചാണം എടുത്ത് അതിൽ നിറയ്ക്കും. എന്നിട്ട് അത് തുന്നും. നമ്മുടെ സൂചി നൂലം ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അതുകൊണ്ട് തുന്നിയിട്ട് അവിടെ അട്ടിയിടും. അപ്പോ എന്താ മെച്ചാല് ആളുകൾക്ക് കൊണ്ടുപോകാൻ സൗകര്യ, ലേബർ ചാർജ് വളരെ കുറയും. ഒരാളുണ്ടായി കഴിഞ്ഞാൽ അത് അർബാനയിൽ ഇട്ടിട്ട് നേരെ വണ്ടിയിൽ കൊണ്ടുപോയി തട്ടാൻ പറ്റും. അല്ലാത്ത പക്ഷം പഴയ കാലത്തെ പോലെ കുഴിയിലൊക്കെ ഇട്ട് ണെങ്കിൽ ഒരു 4 പേരെങ്കിലും മിനിമം വേണം. അതിന് പണിക്കാശ്. ഇതിപ്പോ അപ്പൊ കോരി എടുക്കണം, ആ ചാക്കിലേക്ക് ചാക്ക് അപ്പൊ തന്നെ. അപ്പൊ ഇതുകൊണ്ട് വേറെ മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ഈ ഈച്ച കൊതുക് ഇതിന്റെ ശല്യങ്ങളൊക്കെ വളരെ ഇപ്പൊ വല്ല കൊതുകിനെ കാണാണ്ട് നോക്കൂ. ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മണമില്ല, ഒട്ടും മണമില്ല കേട്ടോ. മാർക്കറ്റിങ്ങിന് വളരെ എനിക്ക് ഇതൊക്കെ ബുക്കിംഗാ. മഴ കാരണം കൊണ്ട് പോവാണ്ട് കിടക്കണം, കൊണ്ടുപോകാൻ അസൗകര്യമുള്ളതാണ്ട് മഴ കാരണം കൊണ്ട് കൊണ്ടുപോകാൻ ഇത് കിടക്കണത്. അതൊക്കെ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പച്ചാണത്തിന് ഡിമാൻഡിന് വേണ്ടി ബുക്കിംഗ് ആയിട്ടുള്ള ചാണകങ്ങളാണ്. ഓക്കെ, എത്ര രൂപ നമുക്ക് കിട്ടും ചാണകം വിറ്റ്? ചാണകം വെച്ചാല് ഞാൻ നിസാര വിലയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഈ ചാക്കിൽ ഇപ്പൊ ഒരു കൊട്ട അല്ലെങ്കിൽ 1.5 കൊട്ട ചാണകം പറയാം 15 രൂപയ്ക്ക് കൊടുക്കുക. 15 രൂപയ്ക്ക് പോരെ? പിന്നെ ഈ വലിയ ചാക്കൊക്കെ 25. ഇതെന്താ വെച്ചാൽ നമുക്ക് 3 രൂപ ചാക്കിന് തന്നെ വിലയുണ്ട്. അത് പിന്നെ ചാക്കിന് പൈസ കൊടുക്കണം. അത് കൊണ്ടുപോകാൻ പറയാം ആൾക്കാർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകണം. ഇത് 3 രൂപ നമ്മൾ ഈ ചാക്കിന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരു 25 രൂപ. ഇത് ഇതിനേക്കാൾ കൂടുതൽ ചാണകം കൊള്ളൂട്ടാ. അത് 2 കൊട്ട ചാണകത്തിന്റെ മേലെ വരും. ചേട്ടനിവിടെ പശുക്കുട്ടികളെ വളർത്തിയെടുക്കാട്ടെ. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ചേട്ടൻ ഇവിടെ പശുക്കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. ഞാനൊരു പ്രസവിച്ച് ഒരു 3 മാസം വരെ നന്നായി പാല് കൊടുക്കും. മിനിമം ഒരു 2 ലിറ്റർ. ആദ്യത്തെ മാസം ഒരു 3 ലിറ്ററോളം കൊടുക്കും, പിന്നെ 2 ആക്കും, പിന്നെ 1 ആക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ നിർത്തും. പിന്നെ അത് കഴിഞ്ഞ അപ്പോഴേക്കും അവര് തീറ്റ എടുത്തു തുടങ്ങും 3 മാസം ആകുമ്പോ. അപ്പൊ ഈ കുട്ടി തീറ്റ കിട്ടുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ, അത് കുറേശ്ശെ കൊടുക്കും. പുല്ല്, വൈക്കോല്, ഇതൊക്കെ വൈക്കോല് തിന്നു തുടങ്ങി, കുറേശ്ശെ തിന്നു തുടങ്ങി. അത് കഴിഞ്ഞാൽ ഇവരെ ഞാൻ പാടത്തേക്ക് വിടും. കാലത്ത് തീറ്റ ഇവിടുന്ന് കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പാടത്തേക്ക് വിടും. പിന്നെ വൈകുന്നേരം കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ വൈക്കോല് മേടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ചെലവൊന്നുമില്ല. അതുപോലെ തന്നെ പാടത്ത് ഫുള്ളായിട്ട് തിന്നണമെങ്കിൽ നമ്മൾ ഒരു നേരം തീറ്റ കൊടുത്താൽ മതി, വൈകുന്നേരം തീറ്റ ഒഴിവാക്കാം. ഫുള്ള് തിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ തീറ്റ ഇതിന് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ പശുക്കുട്ടികളൊക്കെ കണ്ട ഇത് വൈകുന്നേരം ഒന്നും കൊടുക്കാത്ത പശുക്കുട്ടികളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ ഒരു നേരാണ് പശുക്കുട്ടികൾക്ക് ആഹാരം കൊടുക്കുള്ളൂ അല്ലെ? പാടത്തേക്ക് വിടുന്ന ദിവസങ്ങള് മിക്ക ദിവസങ്ങളും വിടും. എനിക്ക് അസൗകര്യമുള്ള ദിവസം മാത്രമേ വിടാത്തുള്ളൂ. ഇന്ന് നിങ്ങൾ വരുന്ന കാരണം കൊണ്ട് വിടാൻ ചെന്ന ഒരു 10 പശുക്കളെ, അതായത് കറവില്ലാത്ത പശുക്കളുണ്ടല്ലോ ഇവര് ചെനയിലാണ്. അപ്പൊ ഇവരെ ഈ കുട്ടികളെ മുഴുവൻ നിൽക്കണ അവിടെ ഒരു കുട്ടി വേണ്ട, ഇവരെല്ലാം പാടത്താണ്. ഒരു 9 മണി 8:30 കഴിഞ്ഞാൽ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവരെ മുഴുവൻ പാടത്തേക്ക് വിടും. പിന്നെ ഒരു നല്ല വെയിലാണെങ്കിൽ ചിലപ്പോ ഞാൻ ഒരു 12 മണിക്ക് പോയിട്ട് കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവിടെ 5 മണിക്ക് കൊണ്ടുവരുള്ളൂ. ഒരു കുഴപ്പമില്ല, ഒരു അസുഖങ്ങളും അത് കാരണം. ആളുകൾ പറയും മഴ കൊള്ളാൻ പാടില്ല പശുക്കളി, വെറുതെ പറയാം. നമ്മൾ ഈ കുട്ടി പ്രായത്തിൽ തൊട്ട് തന്നെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. ഇവിടെ ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും അസുഖമായിട്ട് വന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെയാ? ഓക്കെ ഓക്കെ. അതിന്റെ ആവശ്യം വരാറില്ല. ഇത്തരത്തിലുള്ള പശുക്കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുമല്ലേ, അപ്പം ഈ പശുക്കളാവുമ്പോ ചേട്ടൻ എന്താണ് മെച്ചം ഉണ്ടാവുക? പശുക്കളാകുമ്പോ നമുക്ക് അതിന്റെ അമ്മ പശു ഉണ്ടല്ലോ, അത് നല്ല സൈസാണ് ആവുമ്പോ ആ കുട്ടി അതേ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ഉറപ്പായി. പിന്നെ നമുക്ക് നല്ലൊരു പശുവാണ്, പ്രതിരോധ ശേഷിയുള്ളതാണെന്നുള്ളൊരു അതായത് നമ്മള് നേരത്തെ തന്നെ അറിയാൻ പറ്റും അമ്മയുടെ ആ ഗുണം നമുക്കറിയാം. നമുക്കത് നേരെ മറിച്ച് നമ്മൾ വേറെ പുറമെന്നൊക്കെ പശു മേടിക്കണമെങ്കിൽ അവര് പറയുന്നത് വിശ്വസിക്കുക എന്നല്ലാതെ കുറെ നുണയെ നമുക്കത് ഉറപ്പാവില്ല എന്തായാലും. അപ്പൊ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ നമ്മുടെ ഈ പരിസ്ഥിതിയിൽ വളർന്ന പശുക്കളാകുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവാറില്ല മൊത്തത്തിൽ. അങ്ങനെ ഒരു ഗുണം കൂടി കാണുന്നുണ്ട്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പാലുൽപാദനം ഈ തള്ളയുടെ പാല് എങ്ങനെയായാലും കിട്ടിയിരിക്കും. അതായത് ചേട്ടൻ ഉദ്ദേശിച്ച് അതായത് നമ്മളോട് ഇണങ്ങി ആ പശുക്കുട്ടി ആകുമ്പോ അതിനെ ചവിട്ടോ തൊഴിയോ അങ്ങനെ ഉണ്ടാവൂല. പിന്നെ അമ്മയുടെ ഗുണം അത്രയും ഉറപ്പായിരിക്കും നമുക്ക് ആ കുട്ടികൾ ഇന്ന പോലെ വരുന്നുള്ള നമുക്കൊരു ഉറപ്പുണ്ടാവും. പിന്നെ മാത്രമല്ല നമുക്കത് വളർന്നു വരുമ്പോ തന്നെ അതിന് ചെലവ് വളരെ കുറവേ വരുള്ളൂ. പുറമെന്ന് നമുക്കൊരു 60,000-70,000 രൂപയ്ക്ക് ഒരു പശുവിനെ മേടിക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒരു 40-45 ഉള്ളിൽ പ്രസവിച്ച ഒരു പശുവായി കിട്ടും. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാടത്തേക്ക് വിടുക, അപ്പൊ നമുക്ക് വൈക്കോലിന്റെ ചെലവില്ല. പിന്നെ തീറ്റ വളരെ പകുതി തീറ്റ കൂടെ കൊണ്ടുപോകാം. ഫുള്ള് പുല്ല് തിന്നിട്ട് വരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് തീറ്റ ഉച്ച തിരിഞ്ഞുള്ള തീറ്റ നമുക്ക് വേണ്ട. ഒരു ചെന ആയതിനു ശേഷം നമുക്ക് പിന്നെ തീറ്റ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു 1.5 വയസ്സ് വരെ നമുക്ക് പകുതി ചെലവുമേ അവസാനിക്കും. ഞാൻ ഒരു പശു ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇവിടെ വീട് വെച്ച് അങ്ങനെ ഒരു പശുവിനെ അന്ന് സൈഡിൽ കൂടെ വളർത്തിയിരുന്നു. ക്രോസ് ബീഡ് ആയിരുന്നു അന്ന്. ജേഴ്സി ആയിരുന്നു, ജേഴ്സി പശു ആയിരുന്നു. അങ്ങനെ ഒരെണ്ണം നമ്മുടെ വീട്ടാവശ്യത്തിന് എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു സംസ്കാരം തന്നെ പറയാം, ആ രീതിയിൽ അങ്ങോട്ട് തുടങ്ങി വെച്ചതാണ്. പിന്നെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോ ഇതിലേക്ക് അങ്ങോട്ട് പിന്നെ കൂട്ടി വന്നു, കുട്ടികളെ വളർത്തിയെടുത്തല്ലേ. നമുക്ക് ജീവിക്കേണ്ട ഒരു മാർഗം കണ്ടെത്തിയതാണത്. അതെല്ലേ? ഇതിലൂടെ കിട്ടൂന്ന് എങ്ങനെയാ? അതെനിക്ക് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു ബോധ്യം വന്നു, നമുക്ക് ഈ രീതിയിൽ പോയാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളത്. ചേട്ടനൊരു വേറൊരു മേഖലയിലായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഒരു പ്രശ്നം ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം വെച്ചാല് നമുക്ക് നിവൃത്തിയില്ല, വേറെ ഏത് തൊഴിലിനെ പോവാൻ, അങ്ങനെ വന്നതാണ്. പക്ഷെ എന്നാലും ഇതിൽ വന്നപ്പോ നമുക്ക് ലാഭം കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു സമ്മിശ്ര കർഷകരും കൂടിയാ. അത് ഒരു 16 ഏക്കറോളം വരെ ഞാൻ നെൽകൃഷി ചെയ്തിരുന്നു ഒരു 4 വർഷം മുന്നേ. ഇപ്പൊ 8 ഏക്കറേ ഉള്ളൂ. പാട്ടത്തിനാണ്, സ്വന്തമായിട്ട് കുറച്ചുള്ളൂ, 1 ഏക്കറോളം ഉള്ളൂ. പിന്നെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് വൈക്കോല് കാര്യങ്ങളൊക്കെ പശുക്കൾക്ക് കൊടുക്കാനും പശുക്കളുടെ ചാണൊക്കെ നമുക്ക് കൃഷി സ്ഥലത്ത് കൊണ്ടിടുമ്പോ ഒരു സൈക്ലിംഗ് സിസ്റ്റം വന്നല്ലോ. അങ്ങനെ കുറച്ചും കൂടി മെച്ചം കിട്ടും. അതാണ് ഇത് രണ്ടും വിജയിക്കാൻ കാരണം. കൃഷിയും രണ്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി മെച്ചം കിട്ടുന്നത്. പിന്നെ ചേട്ടന് കോഴി വളർത്തലുണ്ടായിരുന്നു? കോഴി വളർത്തല്, ആട് വളർത്തല്. ആട് ഇപ്പൊ 30ഓളം ആടുകളുള്ളൂ. ആദ്യം ഒരു 70 ആടുകൾ വരെ ഉണ്ടായിരുന്നു. ഈ കോഴി വളർത്താൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല, ചാണകത്തിന്റെ. അതെ. കോഴിനെ വളർത്തുമ്പോ നമുക്ക് ഈ ചാണകത്തിന്റെ ഇങ്ങനെയുള്ള നെല്ല് നമ്മുടെ വൈക്കോൽ എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന മണികളൊക്കെ ഉണ്ടല്ലോ, അത് തിന്നാൻ കിട്ടും. അപ്പൊ നമുക്ക് അതിനും ഒരു പ്രത്യേക ഒരു ചെലവ് വന്നിരുന്നില്ല നാടൻ കോഴികൾക്ക്. അതായത് ഇതുങ്ങളുടെ ആ ഒരു പാത്രത്തിൽ നിന്ന് വീണ തീറ്റ കൊണ്ടൊക്കെ അത് ചെലവില്ലാത്ത രീതിയിൽ മുട്ടക്കോഴികളെ വളർത്തിയിട്ടോ. ഇപ്പൊ നിർത്തി വെച്ചേക്ക. കാരണം വെച്ചാല് നായ പിടിച്ച് കൊണ്ടുപോകണ കാരണം കൊണ്ട് തൽക്കാലം നിർത്തി വെച്ചേക്ക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പശു വളർത്തൽ വിജയിപ്പിക്കുന്ന ഒരു കാര്യമാട്ടോ. അത് നമ്മുടെ മനോഹരൻ ചേട്ടൻ ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്ത് കാര്യമാണ് ചേട്ടൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ? ഞാനിപ്പോ ടോട്ടൽ ഇപ്പൊ ഒരു 90 ലിറ്റർ പാലിപ്പോ ഡെയിലി കിട്ടും. അതിലൊരു 70 ലിറ്റർ വരെ വീടുകളില് കൊടുക്കായ. വീടുകളിൽ എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കണോണ്ട് പിന്നെ കുറെ ഒരു 50% ഇവിടെ വന്ന് തന്നെ മേടിക്കും. ആളുകൾ വന്ന് മേടിക്കും. കുറച്ച് കാലമായില്ല, ആദ്യം തൊട്ടേ തുടങ്ങി അങ്ങനെ മാർക്കറ്റ് പിടിച്ചു. ഒരു 70 ലിറ്ററോളം നമുക്ക് നാടൻ വിപണിയുണ്ട്, പ്രാദേശിക വിപണി. പിന്നെ ഒരു 20 ലിറ്ററോളം മാത്രമേ സൊസൈറ്റിയിൽ കണക്കുള്ളൂ. അത് ഉച്ച തിരിഞ്ഞ് ഞാൻ വീടുകളിലൊന്നും കൊണ്ടു കൊടുക്കാറില്ല, ഇവിടെ വരുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ആ ബാക്കി വരുന്ന 10-20 ലിറ്റർ പാല് ഞാൻ സൊസൈറ്റി കാലത്ത് കൊടുക്കാണ്ടാവില്ലേ. എങ്ങനെയാണ് ചേട്ടനെ ശരിക്കും പറഞ്ഞ ഈ മാർക്കറ്റ് കണ്ടെത്തി വിജയിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മായം ചേർക്കാത്ത നല്ല ഒറിജിനൽ പാല് ആളുകൾക്ക് കിട്ടുന്നുള്ള ബോധ്യം അവർക്ക് തന്നെ വന്നു. ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ നമ്മൾക്കത് മാർക്കറ്റ് കിട്ടും.
അപ്പൊ ചേട്ടൻ ഈ പശു വളർത്തൽ ലാഭകരമാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു? ഞാൻ ആദ്യം തന്നെ ഇത് പഠിക്കാനാ പോയത് ഇതിനെ പറ്റി. അതെയോ? ഞാൻ ആത്മ പദ്ധതിയില് ഒരുവിധ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ട് തന്നെ പോയിട്ടുണ്ട്. ബാംഗ്ലൂരും മറ്റേ കോയമ്പത്തൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൽമയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്നുള്ള ശരിക്കുള്ള ഒരു പുതിയ രീതി നമ്മളെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത്. അതായത് ഇപ്പത്തെ രീതി അനുസരിച്ച് പഴയ രീതി പുതിയത് നമുക്ക് എന്തായാലും ശാസ്ത്രീയ രീതി കുറച്ച് കൈവരിച്ചാൽ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം വന്നു. അപ്പോഴാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് ഞാനത് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ, പശുക്കളെ കൂട്ടിയിട്ടുള്ളൂ. ആദ്യം 2 ആയി, പിന്നെ കൂട്ടണം തോന്നിയപ്പോഴാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ വലിയ ഈ രീതിയിൽ എത്തിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ചേട്ടന് എന്ത് ഗുണമായിട്ട് തോന്നി? എനിക്ക് ഇത് നല്ല വിജയിപ്പിക്കാന്നുള്ള നല്ലൊരു ഉത്തമ ബോധ്യം വരും ക്ലാസ്സുകൾ കേട്ടാല്. അങ്ങനെയാണ് നല്ലൊരു ഊർജം കിട്ടി. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രൊഫസർമാരാണ് നമുക്ക് ക്ലാസ് തരിക. നമുക്ക് എങ്ങനെ ഇത് തുടങ്ങണം, മാർക്കറ്റിങ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ അത് കുറെ കാണിച്ചു തരും. നമുക്ക് ഫാമുകൾ കാണിച്ചു തരും, എന്തുകൊണ്ടാണ് ഫാമുകൾ നിർത്തി പോകുന്നത്, വിജയിക്കാൻ പറ്റാണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. കുറച്ചൊക്കെ എല്ലാം പഠിച്ചാലും നമ്മൾക്ക് നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തതിൽ നമ്മൾ പഠിച്ചത് അപ്പാടെ നമുക്ക് ഇവിടെ പ്രായോഗികമാക്കാൻ പറ്റില്ല. അപ്പോൾ പകുതിയെങ്കിലും നമുക്ക് ചെയ്യാം. പകുതിയൊക്കെ നമ്മളുടെ ഐഡിയയിൽ നമ്മളുടെ സാഹചര്യം അനുസരിച്ചുള്ള മാറ്റങ്ങൾ. അതായത് കൃഷി എന്ന് തന്നെ പറയുന്നത് 2 അടിസ്ഥാനമായിട്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുക, ഉൽപാദനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഉൽപാദന ചെലവ് കുറയ്ക്കാനാണ് ഞാൻ ഇപ്പം കണ്ടില്ലേ 10 പശുക്കളേനെ ഞാൻ പാടത്തേക്ക് വിടുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് തീറ്റ ചെലവ് വളരെ കുറഞ്ഞു. അതായത് കൈത്തീറ്റ എന്ന് പറയുന്ന നമ്മുടെ അങ്ങാടി തീറ്റ ഉണ്ടല്ലോ, അത് ഒരു നേരം ഈ കുട്ടികൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 കിലോ ഒരു പശുവിന് ലാഭമായില്ലേ. ഒരു 10 പശുവിന് എത്ര കിലോനെ പോകുന്നത്? 10 കുട്ടികളെ ഇപ്പം നമ്മൾ പാടത്തെ വിടുകയാണെങ്കിൽ 2 കിലോ വെച്ചിട്ട് കൂട്ടി പോകും. 20 കിലോ എന്ന് പറയുമ്പോൾ രൂപ എത്ര ലാഭമായി. പിന്നെ ഇപ്പൊ രണ്ടാമത് ഞാൻ പുല്ല്, ഇനിയിപ്പം മറ്റുള്ള പശുക്കൾ കറവ പശുക്കൾക്ക് പുല്ല് കൊടുക്കാൻ ഞാൻ മെഷീനിൽ വെട്ടിയിട്ടാ. മെഷീനിലോ നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷീൻ, അതുമ്മ വേറൊരു ബ്ലേഡ് ഇടും. പ്രത്യേകതരം ഒരു ബ്ലേഡ്, ഒരു 3 ടീത്ത് എന്ന് പറയും. ആ ബ്ലേഡ് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മളെ ആളുകൾ കൊയ്ത് അരിഞ്ഞെടുക്കുന്നത് പോലെ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ വളരെ ഒരു 1/2 മണിക്കൂർ മെഷീൻ അടിച്ചാൽ 10 പശുവിനുള്ള പുല്ലായി. അത് വെറുതെ വാരി വണ്ടിയിൽ വെച്ച് കൊണ്ടുവരും. സമയം ലാഭം. നമുക്ക് കൂലി കൊടുക്കുമ്പോ 500-600 രൂപ കൂലി കൊടുക്കണ്ടേ? അത് നമുക്ക് ഈ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് പണിത് അത്ര വൈക്കോല് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു 10 പശുവിനുള്ള പുല്ല് ഒരു ദിവസം വെട്ടി കഴിഞ്ഞാൽ ഒരു 2 കെട്ട് വൈക്കോല് ലാഭമായി. 2 കെട്ട് വൈക്കോല് എന്ന് പറഞ്ഞാൽ 400 രൂപ പോകുന്നില്ലേ? അപ്പൊ അങ്ങനെ നമ്മളുടേതായിട്ടുള്ളൊരു ഐഡിയയില് എങ്ങനെ അത് കുറയ്ക്കാം എന്നുള്ളത് നമ്മുടെ ഈ സാഹചര്യം ഒക്കെ ആയിട്ട് നോക്കി അതേപോലെ ചിന്തിച്ച് ചെയ്യും അതിനെ ഓരോന്നും. ചേട്ടൻ ഒരു മാസം എത്ര രൂപ ചെലവ് വരും? അങ്ങനെ ഒരു മിനിമം ഇപ്പോ 70,000 രൂപ ടോട്ടൽ ചെലവ് വരും ഒരു മാസം, എല്ലാ പശുക്കൾക്കും കൂടിയിട്ട്. അതിൽ കുറച്ച് ആടിനും കൂടി കൊടുക്കൂട്ടാ. ആടുങ്ങൾക്ക് നമുക്ക് ചോളത്തവിട് പിണ്ണാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ആടുങ്ങൾക്കും കൂടി അതിന് എടുത്ത് ചെയ്യാറുണ്ട്. അതിന് പ്രത്യേക കണക്കൊന്നും വെക്കാറില്ല. അപ്പൊ ഈ 70,000 രൂപ എന്ന് പറഞ്ഞാൽ അത് കൂടാൻ പാടില്ല, അങ്ങനെയാണ് കൂടാൻ. നമുക്ക് ഈ പശു ഇപ്പൊ നമുക്കിപ്പോ 80-90 മാക്സിമം 90 വരെ ആയിട്ടുള്ളൂട്ടാ. 80 നമ്മുടെ ശരാശരി എന്നുള്ളത്. അത് 90 വരെ എത്തും. പിന്നെ ഒരു എല്ലാ മാസവും ഓരോ പശു പ്രസവിക്കണം എന്നാണ് എൻ്റെ കണക്ക്. അത് ചിലപ്പോൾ മിസ്സിങ് വരും. അപ്പൊ 2 മാസം കൂടുമ്പോഴാവും ചിലപ്പോൾ 2 പശു പ്രസവിക്കും. അങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ 80 വന്ന് നോക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിൽക്കണത്. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ, ഇവരൊക്കെ പ്രസവിച്ച് വരുമ്പോ അത് 100-ൽ എത്തിക്കണം. ഈ ചെലവിൽ തന്നെ 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോഴേ ഞാൻ വിചാരിച്ച പോയിന്റിൽ വരുത്തും. അത് ചെലവ് കൂടാതെ ഇതേ ചെലവില് 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പശുക്കളുടെ കാര്യം എന്തൊക്കെ ചെയ്യുന്നത്? എപ്പോഴാണ് എഴുന്നേക്കുന്നത്? ഞാൻ 3:30 മണിക്ക് എഴുന്നേൽക്കും. 3:30 മണിക്ക്. പിന്നെ അങ്ങനെ നമ്മുടെ ചെറിയ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് കറവ സ്റ്റാർട്ട് ചെയ്യും. പശുക്കളെ കഴുകി 4 മണിക്ക് മെഷീൻ വയ്ക്കും. അപ്പോൾ ഒരു 5-5:10 കൂടി 10 പശുക്കളുടെ കറവ് കഴിയും.
അത് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ ഭാര്യയും ഞാനും കൂടി കറന്ന പാല് മുഴുവൻ കുപ്പിയിലാക്കുക, അങ്ങനെ കുറേ കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി അങ്ങനെ ഒരു 5:30-ക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകും, പാലും കൊണ്ടുപോകും. അങ്ങനെ 7 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യും. തീറ്റ വെച്ചാൽ പണിക്കാരുണ്ട്. പണിക്കാരെന്ന് വെച്ചാൽ ഞാനൊരു 7 മണിക്ക് വരുമ്പോഴേക്കും ഒരു ചേട്ടൻ ഇവിടെ പണിക്ക് നിർത്തിയിട്ടുണ്ട്. ആളെന്താ വെച്ചാൽ ചാണം കംപ്ലീറ്റ് നീക്കും, പശുക്കളെ കഴുകും. അപ്പോൾ ആൾക്കൊരു മണിക്കൂർ നേരത്തെ പണിയാണല്ലോ എല്ലാതും. അത് കഴിഞ്ഞാൽ ആൾക്ക് പോവാം. അത് കഴിഞ്ഞ് ഒരു 8:30 മണി 8 മണി കഴിഞ്ഞാൽ ഒരു ചേച്ചി വരും, ചേച്ചീനെ നിർത്തി. ആ ചേച്ചി വന്നാൽ നമ്മുടെ മെഷീനുകൾ പാത്രങ്ങളൊക്കെ പാലിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, ഈ വൈക്കോലിട്ട് കൊടുക്കുക, തീറ്റ കൊടുക്കുക, നമ്മുടെ അങ്ങാടി തീറ്റയുണ്ട് അത് കൊടുക്കുക, ആൾക്ക് പോവാം. അപ്പോൾ ആൾക്കൊരു 1.5 മണിക്കൂർ നേരത്തെ പണിയുള്ളൂ. എനിക്ക് കറക്കം മാത്രം. പിന്നെ ഞാൻ 7:30-ക്ക് ചായ കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവരേനൊക്കെ ഒന്ന് സഹായിക്കും. ഈ ചാണം നിൽക്കാനും വെള്ളമടിക്കണവരൊക്കെ എനിക്ക് നേരം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കും. അത് കഴിഞ്ഞാൽ ഈ 10 പശുക്കളേനും പാടത്തേക്ക് വിടും. ഒരു 8 മണി 8:15 പാടത്തേക്ക് വിടും. അപ്പോൾ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ നേരെ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ ബൈക്കുമ്പോൾ തന്നെ പോയി അവരെന്നെ കുറ്റിയടിച്ച് കെട്ടിയിടും തിന്നാൻ. ആ കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ വിശ്രമം. 9:30 മണിയാകുമ്പോഴേക്കും എനിക്ക് ഞാൻ ഫ്രീ ആയി. പിന്നെ വിശ്രമിക്കും. പിന്നെ 12:30 മണിക്ക് എണീക്കുള്ളൂ. 12:30-ക്ക് എണീച്ചാൽ വീണ്ടും കറവ് തുടങ്ങും. അപ്പോൾ ഒരു മണിക്കൂർ കഴിയും. അത് ഇപ്പോൾ ഒരു ബക്കറ്റ് വെക്കണില്ല, 2 ബക്കറ്റ് വെച്ചാൽ അതിനായിട്ടുള്ള സ്പീഡിൽ കഴിയും. അതിൻ്റെ ആവശ്യമില്ല, അത് കഴുകാൻ പാടല്ലേ വെച്ചിട്ട്. നേരത്തെ കൈക്കറവേ ആയിരുന്നല്ലേ? ഞാൻ കൈക്കറവ് കൂട്ടിയാൽ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്നതല്ല. ഏകദേശം 1-2 ഒക്കെ കറക്കാന്നല്ലാണ്ട് ഇത്ര എണ്ണത്തിന് കറക്കാൻ പറ്റില്ല. അപ്പൊ കറണ്ടൊക്കെ പോയി ജനറേറ്റർ ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള. എന്നിട്ട് 12:30 ആകുമ്പോ വീണ്ടും കറക്കും. 12:30-ക്ക് കറവ് തുടങ്ങിയ ഒരു 1:30 ആകുമ്പോഴേക്കും കറവ് കഴിയും. പിന്നെ വിശ്രമിക്കുക. പിന്നെ ഒരു ചോറൊക്കെ ഉണ്ട്. ഒരു 3 മണിക്കല്ലേ സൊസൈറ്റി തുറക്കുള്ളൂ. അപ്പം 3 മണിക്ക് പാല് കൊണ്ടുപോകും, വരും. പിന്നെ വിശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മണിയാകുമ്പോൾ പാടത്ത് പോയി പശുക്കുട്ടികളെയൊക്കെ എല്ലാവരെയും കൊണ്ടുവരും, കെട്ടും. പിന്നെ എല്ലാവർക്കും ഞാൻ വെള്ളം അടിച്ചു കൊടുക്കും, മോട്ടോർ കുടിക്കാനുള്ള. ഇതിലെന്നെ അടിക്കും, ബക്കറ്റ് വയ്ക്കും, അല്ലെങ്കിൽ ഇതിലെന്നെ അടിച്ച് സമൃദ്ധിയായിട്ട് വെള്ളം കൊടുക്കും. പണി കഴിഞ്ഞു. അങ്ങനെ ആളുകൾ പറയും 24 മണിക്കൂർ വെറുതെ അത് അതായത് ഇപ്പൊ ഒരു പശുവിനെ കൊണ്ട് നടക്കണവനും ഇത്ര സമയം വേണം. നേരെ വെച്ച് 10 എണ്ണത്തിന് കൊണ്ടു നടക്കുന്ന ആൾക്കും ഇതന്നെ വേണ്ട ഞാൻ പറയാം. കാരണം ഒരു പശുവിനെ പാടത്തേക്ക് തേച്ച് പോകാൻ തോട്ടിലേക്ക് കൊണ്ടുപോകണ ആൾക്ക് 5 എണ്ണത്തിന് കൊണ്ടുപോകുമ്പോഴും ആ സമയം തന്നെ കൊണ്ടോ, ഒരുമിച്ചല്ലേ കൊണ്ടുപോകണ്ടോ. ഞാൻ 10 പശുവിനെ പാടത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഒരു പശുവിനെ കൊണ്ടുപോകുന്ന ആ സമയം തന്നെ വേണ്ടോ. അത്രേ ഉള്ളൂ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ആൾക്കാർ ഒരു വഴിക്കും പോകാൻ പാടില്ല, കല്യാണത്തിന് കൂടാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് മനോഹരൻ ചേട്ടന്റെ പശു വളർത്തലാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.